നമ്മുടെ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ഓർ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഡയാലിസിസ് ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല. ഓർ നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും, ഡയാലിസിസ് ഫെസിലിറ്റി ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് കത്തീഡ്രൈസേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല. ആൾറെഡി ഫിസ്റ്റുല ഫിക്സ് ചെയ്ത് റെഗുലർ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വിസിറ്റിംഗ് നെഫ്രോളജിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ റിസപ്ഷനിലുള്ള സ്റ്റാഫുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. നമ്മുടെ ഒരു പേഷ്യൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ വന്ന ആവശ്യം നമ്മുടെ ഹോസ്പിറ്റലിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ബോധത്തോടുകൂടി വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫൈ ചെയ്തില്ലെങ്കിൽ അവരുടെ നിന്ന് അഡ്മിഷൻ സ്വാഭാവികമായിട്ടും രജിസ്ട്രേഷൻ ഫീസും കൺസൾട്ടേഷൻ ഫീസും ഒക്കെ വാങ്ങിച്ച് അവരകത്ത് നിന്ന് കഴിയുമ്പോൾ അവർ വന്ന ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യപ്പെട്ടു പോകും. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് അധിക ചിലവ് വരും, ടൈം ലാഗ് വരും. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായ ധാരണ നമ്മളുണ്ടാക്കി ആ ധാരണ അനുസരിച്ച് വേണം ഒരു പേഷ്യൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കേസ് പറയുമ്പം അബദ്ധം പറ്റരുത്. കാരണം ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ അതിന് ആ ഒരു ഇമ്മീഡിയറ്റ് റെമഡി ചെയ്യുന്നത് നമ്മളുടെ ബാധ്യതയാണ്. അതിനുശേഷം മാത്രം ആ ഡിസിഷൻ എടുത്താൽ മതി അവരെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതാണ് പ്രധാനം. ഇനി ആ ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നത് നമുക്ക് ഒരു സുപ്രീം അതോറിറ്റിയോട് ചോദിക്കാൻ കൃത്യമായ ട്രാക്ക് ഉണ്ടാവണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു സാഹചര്യത്തിൽ ആരെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഓഫീഷ്യൽസിനെ അന്വേഷിക്കേണ്ടതെന്ന്. സോ നമ്മുടെ ഒന്നാമത്തെ അധ്യായമായ ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞതിലെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് വെൽ ഡിഫൈൻഡ് അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവണമെന്നതിൽ AAC2C മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, പേഷ്യൻസ് ആർ അക്സെപ്റ്റഡ് ഇഫ് ദ ഓർഗനൈസേഷൻ ക്യാൻ പ്രൊവൈഡ് ദ റിക്വയർഡ് സർവീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾക്കായി വെറുതെ ആ പേഷ്യൻ്റ് മെനക്കെടുത്തരുത്. അപ്പോൾ സിമ്പിൾ AAC2C നമുക്ക് പറ്റുന്ന പണി സ്വീകരിച്ചാൽ മതി എന്ന് കരുതി ഒരാൾ കഷ്ടത്തിലാണ് എന്ന് സഹായിച്ചേക്ക് കേട്ടോ. അതിനുശേഷം ആ ഡിസിഷൻ എടുത്താൽ മതി.